ഏറ്റവും സുന്ദരന്മാരുള്ള ജില്ല ഏതാണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. നമുക്ക് ഇവിടുത്തെ പെൺകുട്ടിയോട് ചോദിച്ചു നോക്കാം, അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാരുള്ള ജില്ല ഏതാണെന്നുള്ളത്. അത് നിങ്ങളെ സംബന്ധിച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാത്ര വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ല സുന്ദരന്മാരുള്ളത്? ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ല സുന്ദരന്മാരെ കണ്ടിട്ടുള്ളത്? എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. എന്നാലും ഒരു പർട്ടിക്കുലർ ജില്ല പറയുകയാണെങ്കിൽ ഏത് ജില്ലയായിരിക്കും പറയാം? ഇവിടെ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി, എറണാകുളം. ഇവിടുത്തെ ബോയ്സിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് നിങ്ങൾ നോക്കണേ? ഹെയർ ആണോ? അല്ല, ലുക്സ് പറഞ്ഞാൽ മതി. ഹെയർ ആണോ നോക്കുന്നത്? ഇവിടെയോ? ഒന്നും നോക്കാറില്ല. ഇല്ല. എന്നാലും ഇവിടുത്തെ ബോയ്സിന്റെ പ്രത്യേകത എന്താണ്? വേറെ ലുക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ജില്ലകളിലേക്കാ എല്ലാവരും സ്വഭാവം കൊള്ളാം, നല്ല ബിഹേവിയർ ആണ്. അങ്ങനെയൊക്കെ ലുക്സ് വെച്ച് നോക്കുമ്പോ ഹെയർ ഒക്കെ ഇവിടുത്തെ കളറൊക്കെ അടിക്കുന്നത് ഇഷ്ടമാണോ? അങ്ങനത്തെ പുള്ളിങ്കോ എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ? അങ്ങനെ നോക്കാറില്ല. എല്ലാരും നല്ല ആൾക്കാർ, എല്ലാവർക്കും നല്ല ലുക്ക് ഉണ്ട്. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ്. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാരുള്ള ജില്ല ഏതാണ്? കണ്ടിട്ടുള്ളതിൽ വെച്ച് കണ്ണൂര്. എന്തുകൊണ്ടാണ് കണ്ണൂരത്തെ ബോയ്സിന്റെ പ്രത്യേകത? അവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. എന്താണ് അവിടുത്തെ പ്രത്യേകത? അവിടുത്തെ ബോയ്സിന്റെ ഹെയർ സ്റ്റൈലാണോ, ഡ്രസ്സിംഗ് സ്റ്റൈലാണോ, അവരുടെ അവരുടെ ഇതിലേക്ക് ലുക്സിലൊക്കെ മുടിയിലൊക്കെ ആയത്? ഇടുക്കി. ഇവിടെയോ? എല്ലാ ജില്ലയിലും ഉണ്ടാവും. എന്നാലും നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസിനെ കണ്ടിട്ടുള്ളത്? എല്ലായിടത്തും ഓരോരോ പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ സുന്ദരന്മാര്. എന്നാലും പർട്ടിക്കുലർ ജില്ല പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി ട്രാവൽ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഇടുക്കി എന്ന് പറയാൻ കാരണം? അതുകൊണ്ട്. അപ്പൊ ഇവിടെ എറണാകുളത്തൊന്നുമില്ല? അല്ല, എന്താണ് ഇടുക്കി ബോയ്സിന്റെ പ്രത്യേകത? അവിടെ എല്ലാരും അത്യാവശ്യം മറ്റേ സുന്ദരന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ക്യാരക്ടേഴ്സിനോടാണ്. ക്യാരക്ടറാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഒക്കെ ബോയ്സിൽ ഭയങ്കര ബോയ്സ് അല്ല, എല്ലാരും തന്നെ എന്താ നമ്മളിപ്പോ ഷോപ്പിലേക്ക് ചെന്നാലും അവർക്ക് ഈ കസ്റ്റമേഴ്സിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്തോ പോലെ. പക്ഷെ ഈ ജില്ല മാത്രം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, കസ്റ്റമേഴ്സിനോട് ഒരു വേറെ രീതിയിലായിട്ട് സംസാരിക്കും. പക്ഷെ ഞങ്ങളുടെയൊക്കെ ജില്ല എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിനോട് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് നമ്മളെ കയ്യിലെടുത്ത് അങ്ങനെ ഒരു ഇതാണ്. അങ്ങനെയാണ് ഇടുക്കിയല്ലേ? ഇവിടെ എന്താ പറയുന്നത്? എല്ലായിടത്തും അതെ. ഇവിടെ പൊതുവെ ഇങ്ങനെ സിറ്റി ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എല്ലാവരും അവരുടേതായ തിരക്കിൽ നടക്കുന്നതുകൊണ്ട് ആരോടും അത്ര സംസാരിക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് കുറച്ച് ചാടിയൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ എല്ലായിടത്തും സുന്ദരന്മാരായിട്ടുള്ളവരുണ്ട്. ഇവിടെയോ? അതെ, ഇവിടെ പൊതുവെ ബിസി ലൈഫ് അല്ല എല്ലാവർക്കും. അപ്പൊ പിന്നെ അതിന്റേതായ ഒരു ചാടുണ്ട്. ലുക്ക് വൈസ് ബെറ്റർ ആയിട്ട് എല്ലായിടത്തും ബെറ്റർ ആയിട്ട് തോന്നുന്നു. ഏറ്റവും സുന്ദരന്മാരുള്ള ജില്ല ഏതാണ്? കോഴിക്കോട്. എന്തുകൊണ്ടാണ് കോഴിക്കോടത്തെ പിള്ളേർ, അവിടുത്തെ ആളുകളുടെ പ്രത്യേകത? ആണുങ്ങളുടെ അവിടെ എല്ലാരും നല്ല ആണായാലും പെണ്ണായാലും. എന്താണ് അവിടുത്തെ ലുക്ക് വൈസ് ആണോ? ഞാൻ ലുക്സ് വെച്ചാ ചോദിച്ചത്. ഏറ്റവും സുന്ദരന്മാരുള്ള ജില്ല ഏതാണ്? കോഴിക്കോട്. എന്താണ് അവിടുത്തെ ആൾക്കാർക്ക് ആ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ? ബ്യൂട്ടിഫുള്ളിന്റെ പ്രത്യേകത ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവല്ലോ. അവിടുത്തെ സംസാര ശൈലിയും കൊണ്ടുള്ള, അല്ലെങ്കിൽ മുടിയാണോ, അല്ലെങ്കിൽ അവരുടെ ഫേസിന്റെ ഇതാണോ, ഡ്രസ്സിംഗ് ഇതാണോ? ഡ്രസ്സിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇവിടത്തെയോ? ഫ്രീക്കാണ്. അവിടെ ഇച്ചിരി നോർമലായിട്ട് തോന്നുന്നത്. ആരുള്ള ജില്ല ഏതാണ്? കൊച്ചി തന്നെയാണ്. എന്താണ് കൊച്ചിയിലത്തെ ബോയ്സിനുള്ള പ്രത്യേകത? എന്താണ് മറ്റുള്ള ജില്ലകളിൽ ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകത? എവിടെയോ? കൊച്ചി തന്നെയാണോ? കൊച്ചി തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. എന്നാ നമുക്ക് സിനിമകളിലൊക്കെ കാണാലോ. കൊറിയ BTS ആണോ അവിടെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗി? എന്താണ് അവരുടെ പ്രത്യേകത? ഐ മീൻ BTS കാരുടെ പ്രത്യേകത എന്താണ്? ആണോ? ഇവിടെ BTS ഇഷ്ടമാണോ?
അവരാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയാണ് നമ്മുടെ ഇവിടുത്തെ ബോയ്സിനേക്കാളൊക്കെ? അങ്ങനെയല്ല, അവരുടെ കുറച്ച് ഡിഫറെന്റ് ആണ് നമ്മുടെ മീശൻ താടി ഇല്ലാതെ അങ്ങനെ മീശൻ താടിയല്ല, അവരുടെ ഫാൻസിനെ ഒന്ന് ട്രീറ്റ് ചെയ്യണ രീതി വേറെ ആണല്ലോ. ആണോ? കുറച്ച് നല്ലതായിട്ട്. നല്ലതാണോ? അത് ഇഷ്ടമാണോ? അത് ഇഷ്ടമാണ്. അവരുടെ പാട്ടൊക്കെ ഇപ്പൊ ഒരു അതിന്ന് ബാൻഡ് വിട്ട് പോയേക്കല്ലേ ഇപ്പൊ? മിലിറ്ററി പോയേക്കാണ്. അതിന്റെ വിഷമമുണ്ടോ? പിന്നെ ഉണ്ട്. അവരുടെ പാട്ടില്ലാത്ത വിഷമമുണ്ടോ ഇപ്പൊ? അവരിന് എന്നാ കംബാക്ക് ചെയ്യണേ? അവരിനി അടുത്ത വർഷം 25 തിരിച്ചു വരും. വെയിറ്റിംഗ് ആണ് നിങ്ങൾ അതിന് വേണ്ടി, അവരുടെ പാട്ടിന് വേണ്ടി. അവരിലെ എത്ര 5 പേരോ? 7 പേര്. അവരിൽ ആരും ഇഷ്ടം? ജിൻ. എവിടെയോ? വി എന്ന് പറഞ്ഞ ഒരാളാ. ഓക്കെ, രണ്ടുപേരാണ് ഏറ്റവും ഇഷ്ടം. ഏറ്റവും കൂടുതൽ സുന്ദരന്മാരുള്ള ജില്ല ഏതാണ്? ഞാൻ കണ്ടതി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എറണാകുളമാണ്. എവിടെയോ? ഞാൻ അങ്ങനെ എല്ലായിടത്തും പോയിട്ടില്ല. പോയെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സിനിമകളായാലും അല്ലെങ്കിൽ വീഡിയോസിലായാലും യൂട്യൂബിലായാലും കാണൂല വേറെ ജില്ലയിലുള്ളവരെ. എല്ലായിടത്തും ഈക്വൽ ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ്? ബെറ്റർ ഹെയർ ആണോ നിങ്ങൾ നോക്കണേ, കണ്ണാണോ, അതോ എന്താണ്? ക്യാരക്ടർ നോക്കും. ക്യാരക്ടർ വിട്, ലുക്സ് ഞാൻ ചോദിച്ചത്. ലുക്ക് എന്റെ സങ്കല്പത്തിലാണെന്നുണ്ടെങ്കിൽ ഹെയർ, താടി, ഹെയർ, മുടി വേണം, താടി വേണം. എവിടെയോ? എല്ലാം ഓവറോൾ അപ്പിയറൻസ് നോക്കും. ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഡ്രസ്സിങ് നോക്കാറുണ്ട്. പിന്നെ കണ്ണ് നോക്കാറുണ്ടോ? അങ്ങനെ അല്ല, ഇല്ല വേറെ ഇപ്പൊ നമ്മുടെ ഹൃതിക് റോഷന്റെ കണ്ണൊക്കെ അടിപൊളിയല്ലേ, പച്ച കളർ. അതിനോട് ഇതില്ല. ഹെയറിന്റെ ഒരു ലുക്ക് ചേഞ്ചസ് ആണ് നിങ്ങൾ കൂടുതൽ നോക്കാറ്. എവിടെയോ? ഓവറോൾ നോക്കി കഴിഞ്ഞ ഒരു ഗുഡ് അപ്പിയറൻസ് ആയിരിക്കണം. അങ്ങനെ ഇത് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അങ്ങനെ ഹെയർ നോക്കിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്? നല്ല ഹെയർ ഉള്ളത് ഇവിടുത്തെ കൊച്ചിയിലേക്ക് ഹെയർ ആണോ നല്ലത്? ഞാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കളറൊക്കെ ചെയ്തിട്ടാണോ പുള്ളിങ്കോ ടൈപ്സ്? യാത്ര ചെയ്തതിൽ വെച്ച് ഏറ്റവും സുന്ദരന്മാരെ കണ്ട ജില്ല ഏതാണ്? എറണാകുളത്താണ്. എറണാകുളത്തെ ബോയ്സ് എന്താ പ്രത്യേകത? അടിപൊളിയല്ലേ? എന്താണ് അവരുടെ ലുക്സില്? അവര് ഹെയർ ആണോ, കണ്ണാണോ, ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ ഡ്രസ്സിങ്ങിന്റെ ഒരു ഇത്? മറ്റുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇവിടെ ഉള്ള എന്താണ് വ്യത്യാസം? മറ്റുള്ള ജില്ലയിലെ എനിക്കല്ല, പക്ഷെ എറണാകുളത്തെ ബോയ്സിന്റെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര രസമാണ്.